2025 ബുദ്ധപൂർണിമ വരുന്നത് മെയ് 12 തിങ്കളാഴ്ചയാണ്. വൈശാഖ മാസത്തിൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമിയും വിശാഖ നക്ഷത്രവും ചേരുന്ന ദിവസമാണ് ബുദ്ധപൂർണിമയായിട്ട് ആചരിക്കപ്പെടുന്നത്. ഭഗവാൻ ബുദ്ധൻ്റെ ജീവിതത്തിലെ 3 പ്രധാന സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജനനം, ജ്ഞാനോദയം, മരണം അല്ലെങ്കിൽ മഹാപരിനിർവാണം, ഇത് 3ഉം ബുദ്ധപൂർണിമ പ്രതീകപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അവയെല്ലാം ഈ തീയതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. കപിലവസ്തുവിലെ ശുദ്ധോധന മഹാരാജാവിൻ്റെ മകനായിട്ട് സിദ്ധാർത്ഥൻ ജനിച്ചത് വൈശാഖ പൗർണമിയിലാണ്. ദുഃഖത്തിന് നിദാനം ആഗ്രഹമാണെന്ന മഹത്തായ ദർശനത്തിലൂടെ അനശ്വരത പ്രാപിച്ച ശ്രീബുദ്ധൻ കലിയുഗത്തിൻ്റെ വഴികാട്ടിയാണ്. രാജകൊട്ടാരത്തിൻ്റെ സുഖസമൃദ്ധിയിൽ നിന്നിട്ട് ലോകത്തിൻ്റെ ദുഃഖങ്ങളിലേക്കുള്ള തീർത്ഥാടനാണ് സിദ്ധാർത്ഥനെ ശ്രീബുദ്ധനാക്കിയത്. ദുഃഖങ്ങളുടെ കാരണം കണ്ടെത്തിയതോടുകൂടി ആ തീർത്ഥാടനം സാർത്ഥകമാകുകയായിരുന്നു. ഭൗതിക സുഖങ്ങളെക്കാൾ വലിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ വാർദ്ധക്യവും രോഗവും മരണവുമാണെന്ന തിരിച്ചറിവാണ് സിദ്ധാർത്ഥ രാജകുമാരനെ രാജകൊട്ടാരത്തിൽ നിന്ന് ജനമധ്യത്തിലേക്ക് നയിച്ചത്. ദുരിതങ്ങളിൽ നിന്നുള്ള ശാശ്വതമായിട്ടുള്ള മോചനം ആഗ്രഹിച്ചിട്ട് സിദ്ധാർത്ഥൻ ഒരു രാത്രി ഭാര്യ യശോധരയെയും മകൻ രാഹുലിനെയും രാജ്യത്തെ ഒന്നാകെയും വെടിഞ്ഞ് പരിവ്രാജനാകുകയായിരുന്നു. ചില പുരാണങ്ങൾ പറയുന്നുണ്ട് 6 വർഷമാണെന്ന്, ചില പുരാണങ്ങൾ പറയുന്നു 7 വർഷത്തെ നിരന്തര ധ്യാനത്തിന് ശേഷമാണ് ഗയയിലെ ബോധിവൃക്ഷ ചുവട്ടിൽ ജ്ഞാനോദയം നേടിയ സിദ്ധാർത്ഥൻ ബുദ്ധനായി തീർന്നത്. കണ്ടെത്തിയ മാർഗം പ്രചരിപ്പിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും വർദ്ധിക്കുന്ന നാളുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കാരണം അന്വേഷിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ബുദ്ധന്മാരില്ലാണ്ടിരുന്ന ലോകം ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നീങ്ങുമ്പോൾ ബുദ്ധപൂർണിമ നൽകുന്നത് മഹത്തായിട്ടുള്ള സന്ദേശമാണ്. മേധയിൽ തെളിയാത്തതും ദർശനത്തിൽ മാത്രം വെളിപ്പെടുന്നതുമായിട്ടുള്ള അപൂർവ സന്ദേശം. മഹാവിഷ്ണുവിനെയും ഗൗതമ ബുദ്ധനെയും കൂടാണ്ട് ബുദ്ധപൂർണിമയുടെ അവസരത്തിൽ മരണത്തിൻ്റെ ദേവനായ യമരാജനെ ആരാധിക്കുന്നതും പതിവാണ്. വൈശാഖ മാസത്തിൽ പൗർണമി ദിന ചെരുപ്പുകൾ, വെള്ളം നിറച്ച കലശം, കുട, മധുരപലഹാരങ്ങൾ, അങ്ങനെ പല വസ്തുക്കളും സംഭാവന ചെയ്യുന്നത് വളരെ പുണ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ബുദ്ധപൂർണിമയിൽ ഈ വസ്തുക്കൾ ദാനം ചെയ്യുന്നവർക്ക് പശുവിനെ ദാനം ചെയ്യുന്നത് തുല്യമായിട്ടുള്ള യോഗ്യത ലഭിക്കുമെന്ന് പറയുന്നു. കാരണം അത്തരം വഴിപാടുകൾ ധർമ്മരാജൻ്റെ അനുഗ്രഹം കൊണ്ടുവരികയും അകാല മരണ ഭയത്തിൽ നിന്ന് ഭക്തനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു.